റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇളക്കം തട്ടാത്തതാണ്. എന്നും ഇന്ത്യയുടെ വിശ്വസ്തനായ പങ്കാളിയാണ് റഷ്യ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയത്. എന്നാൽ റഷ്യയെ കൈവിടാൻ ഇന്ത്യ തയ്യാറായില്ല. US-നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് തുടർന്നു. ഏറ്റവും ഒടുവിൽ ഒരു നിർണായക തീരുമാനം റഷ്യ പ്രഖ്യാപിച്ചു. US കനത്ത തീരുവ ചുമത്തുന്നത് മൂലം ഇന്ത്യക്കുണ്ടായ നഷ്ടം നികത്തുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. ഇതിനായി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചു. ഇതിലൂടെ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടം നികത്തുമെന്നാണ് പുടിൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വിപുലമാക്കുമെന്നും പുടിൻ പറഞ്ഞു. അതിനൊപ്പം ഡിസംബർ 1 ഇന്ത്യ സന്ദർശിക്കുമെന്നും പുടിൻ അറിയിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് മോശമായിട്ടില്ലെന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യ റഷ്യ ബന്ധം ഇത്രയും ദൃഢമായി തുടരുന്നതിനിടെയാണ് റഷ്യ പാകിസ്ഥാന് യുദ്ധവിമാന എഞ്ചിൻ നൽകുമെന്ന വാർത്ത വരുന്നത്. വാർത്ത കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വാർത്ത വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയതോടെ പ്രതികരണവുമായി റഷ്യ എത്തി. ഈ വാർത്ത റഷ്യ തള്ളിയിട്ടുണ്ട്. റഷ്യയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വിയോണാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ചൈനയുടെ JF-17 തണ്ടർ ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങളിൽ സംയോജനത്തിനായി റഷ്യ RD-33mm എഞ്ചിനുകൾ പാകിസ്ഥാന് നൽകുന്നു എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട്. വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥൻ വിയോണിനോട് പറഞ്ഞത്. ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് സ്ഥിരീകരണമില്ല. മാത്രമല്ല, റഷ്യയും ഇന്ത്യയും തമ്മിൽ വലിയ ഇടപാടുകൾ നടത്താനൊരുങ്ങുമ്പോൾ നിരീക്ഷകർക്ക് ഇതിൻ്റെ യുക്തിയില്ലായ്മ മനസ്സിലാകുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പാകിസ്ഥാനുമായി അത്തരമൊരു സഹകരണം ഉണ്ടാകരുത്, അത് ഇന്ത്യക്ക് അസ്വസ്ഥതയുണ്ടാക്കും, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രതിരോധം, ഊർജം, വ്യാപാരം എന്നീ മേഖലകളിലാണ് പ്രധാനമായും റഷ്യയും ഇന്ത്യയും തമ്മിൽ സഹകരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ വിതരണക്കാരാണ് റഷ്യ. കൂടാതെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും വികസന സഹകരണത്തിലും പ്രധാന പങ്കാളിയുമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ പ്രവർത്തനമായ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. റഷ്യ ഇന്ത്യ സംയുക്ത സംരംഭത്തിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ അതിൻ്റെ വിശ്വാസ്യത തെളിയിച്ചു. മാത്രമല്ല, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നു. ഇന്ത്യ റഷ്യ വ്യാപാരം $60 ബില്യൺ വരും. അതിനിടെ റഷ്യയിൽ നിന്ന് 5 S-400 വ്യോമ പ്രതിരോധ സംവിധാനം കൂടി വാങ്ങാൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുകയാണ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയും ഇന്ത്യയും സംയുക്തമായി നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. ഡിസംബർ 5 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2028 S-400 വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യയും റഷ്യയും ആദ്യം ഒപ്പുവെച്ചത്. 5 യൂണിറ്റുകൾ വാങ്ങാനായിരുന്നു കരാർ. ഇതിൽ 3 യൂണിറ്റുകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്.